കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ ഈ സമയത്ത് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിൽ ചൊരിഞ്ഞ വലിയ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഇന്ന് നമ്മൾ ശ്രമിക്കുന്ന വചനം വളരെയധികം കൃപയുടെ വചനമാണ്. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള തിരുവചനം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. വളരെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള, സൗഖ്യം കിട്ടേണ്ട വചനമാണ്. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു: വൈദ്യ, നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാലല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണസ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. വളരെ ദീർഘമേറിയൊരു വചനമാണ് നമുക്ക് കേട്ടത്. ഈ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സമയത്ത് ഈ വിടുതലിന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങളെല്ലാവരുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണേ. ഈ കേട്ട വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലും ദേശം മുഴുവൻ ഉണ്ടാകണമേ. ഞങ്ങൾ അലട്ടുന്ന പാപത്തിൻ്റെ ബന്ധനം, പൈശാചിക ബന്ധനം അഴിച്ചു മാറ്റണമേ. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലും അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം വെളിപ്പെടണമേ. ദുഷ്ടപിശാചിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ദൈവമക്കളെ മോചിപ്പിക്കണേ. പ്രിയപ്പെട്ട മക്കളെ, ഈ നാളുകൾ നമ്മുടെ കൃപാഭിഷേക ശുശ്രൂഷയിൽ വെച്ച് വലിയൊരു മിറക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ കൊല്ലം രൂപത ബൈബിൾ കൺവെൻഷൻ നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടെ വചന ശുശ്രൂഷയും ആരാധന നടക്കുന്ന ദിവസവും ഒരു വലിയൊരു അത്ഭുതം നടന്നു. സംഭവം നടന്നത് അവിടെയല്ല, സംഭവം നടന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ 3 ചെറുപ്പക്കാർ ഒരു കമ്പ്യൂട്ടർ ടെലിവിഷൻ്റെ മുമ്പിൽ അവർ ഇരുന്നു കൊണ്ട് ഈ നമ്മുടെ കൊല്ലം കൺവെൻഷനിൽ പങ്കെടുക്കുകയായിരുന്നു. വചനം കേട്ട ശേഷം അതിനുശേഷമുള്ള ആരാധനയുടെ സമയത്ത്, ജുവികാരൻ ആരാധന സമയത്ത് ആരാധന തുടങ്ങിയിട്ട് 1 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. ആ 3 പേരിലെ ഒരാൾ അവർ പറയുകയായിരുന്നു. ആൾ പെട്ടെന്ന് എടുത്തിടിച്ച് താഴെ വീണ് ആള് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്ക് നമ്മുടെ ശുശ്രൂഷകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അവർ ആ വ്യക്തിയെ സ്പർശിക്കാതെ ഒരു തലയണ കൊണ്ട് വളരെ കേണ്ടു സഹായത്തോടൊക്കെ പിടിച്ച് സൈഡിലോട്ട് കിടത്തി. ആളിങ്ങനെ കൈയും കാലും എല്ലാം ഇങ്ങനെ വലിച്ചുകൂടി നിൽക്കുകയായിരുന്നു. പൈശാചിക ബന്ധനമായിരുന്നത്. അവർ പറയാണ്, കുറേ നേരം അവന് കടന്നു.
ഈ ശുശ്രൂഷ നടക്കുന്നു, അതിനുശേഷവും അങ്ങനെ തന്നെ. ആദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവമാണ് ഇങ്ങനൊരു സംഭവം. അതിനുശേഷം അവർ പറയുന്നത്, അവൻ പറയുകയാണ് അവൻ്റെ മുഴുവൻ പൈശാചിക പീഡകളും ബന്ധനങ്ങളും തകർച്ചകളും മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് അവന് വിട്ടുപോയി. അതായത് ഈ വചനം എന്ന് പറയാൻ കാരണം, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ ദേശത്തും ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ പങ്കെടുക്കണം. ഇത് കേട്ട വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോ കഫർനാഹൂമിൽ വന്നിട്ട് സിനഗോഗിൽ വന്ന് വലിയ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴുണ്ടായൊരു സംഭവത്തെക്കുറിച്ചാണ് അച്ഛൻ പറയാൻ പോവുക. സിനഗോഗിലുണ്ടായിരുന്നെല്ലാം ഈശോ പരിഹസിക്കുന്ന കാണാൻ പറ്റും. ഇവൻ ആരാണ്? ഇവനെ പരിഹസിച്ച് സംസാരിക്കുന്ന കാണാൻ പറ്റുമേ. അവർ പറയുന്നുണ്ട്, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ, ഇവന് ഇത്രയ്ക്കല്ലേ ഉള്ളൂ. അത് ഈശോ ചെറുതാക്കി പറയും. അവർ വളരെ ഈശോയിലെ ഹ്യൂമൻ എലമെന്റ്സ് മാത്രം കാണുകയാണ്. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. അവർ അവനോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉച്ചരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാഹൂമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം ദേശത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമമുണ്ടാകുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും എലിയ അയക്കപ്പെട്ടില്ല. അതൊരു തെരഞ്ഞെടുപ്പല്ലേ, വലിയ വചനമാണ്. അതായത് ഏലിയ പ്രവാചകന്റെ കാലത്തെ അനേകം സ്ഥലം, അവിടെ നമുക്കറിയാം ഇസ്രായേൽ വലിയ രൂക്ഷമായ ക്ഷാമമുണ്ടാകുന്നു, ആകാശം അടയ്ക്കപ്പെടുന്നു, വലിയ അസ്വസ്ഥത. അപ്പോൾ ഇസ്രായേൽ അനേകം വിധവകളുണ്ട്. പക്ഷേ ഏലിയ പ്രവാചകനെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തി മാത്രമാണ്. അതുപോലെ എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ അവരെല്ലാം അസ്വസ്ഥരായി. അതിൻ്റെ കാരണം, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തിനാണ് അച്ഛൻ ഈ വചനം പറയുന്നത്? നമ്മളൊക്കെ ഒരുപാട് വചനം കേട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക, ചില ആൾക്ക് അനുഗ്രഹം കിട്ടുന്നില്ല, ചിലർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, ചിലരുടെ ബന്ധനം അഴിയുന്നില്ല. കാരണം ഒന്നേ ഉള്ളേ, ഈശോയെ ഏത് രീതിയിലാണ് അവർ കാണുന്നത്, അതിലാണ് സംഭവം. ഈശോയെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 20 വരെയുള്ള വചനം ധ്യാനിക്കുമ്പോഴേ, കേസറി ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാ ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലര് സ്നാപകനാണ്, ജെറമയാണ്, പ്രവാചകന്മാരൊരുവനാണ്, ഏലിയായാണെന്നൊക്കെ പറയുന്നു. പിറുപിറുക്കയാണ്. ഈ പിറുപിറുക്കുന്നവർക്കൊരിക്കലും ക്രിസ്തു അനുഭവം ഉണ്ടാകില്ല. ഈശോയെ പരിഹസിക്കുന്നവർക്കും കിട്ടുന്നില്ല. അതിവിടെ അത് തന്നെയാണ് സംഭവം. അപ്പോൾ അവിടെ വെച്ച് നമുക്കറിയാം, പത്രോസ് വിളിച്ച് പറയുന്നുണ്ട്, ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് കേട്ടപ്പോൾ ഈശോ അവനെ പിടിച്ച് അനുഗ്രഹിക്കുന്നു, സഭയുടെ തലവനാക്കുന്നു. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ നീ എങ്ങനെ കാണുന്നു എന്ന് ഈശോ നിന്നോട് ചോദിക്കുന്നുണ്ട്. ആരാണ് ഈശോ, എന്ത് നീ എന്ത് പറയുന്നുവെന്ന് ഈശോ നോക്കുന്നുണ്ട്. രഹസ്യമായും പരസ്യമായും ഈശോയെ അംഗീകരിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് ഈശോ നോക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിനക്ക് അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും കൃപകളും ലഭിക്കാൻ പോകുക. അവിടെ നിനക്ക് അത് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈശോ അനുഭവിക്കാനാവില്ല, ഒരിക്കലും ആവില്ല. ഇവിടെ അതാണ് പറഞ്ഞത്. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികളുണ്ട്. എന്നാൽ സിറിയക്കാരനായ നാമാനല്ലാതെ, ഇസ്രായേലിലുള്ള കുഷ്ഠരോഗികളല്ല, സിറിയക്കാരനെ, വേറൊരു ദേശത്തുള്ളവന്, നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടിട്ടില്ല.
സൗഖ്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല, ബന്ധനങ്ങൾ എന്തുകൊണ്ട് അഴിയുന്നില്ല? ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോവേ. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കൊല്ലത്ത് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിലാണ് ബന്ധനം അഴിയുന്നത്. അത് വലിയ രഹസ്യമാണ്. കാരണം ആ 3 ചെറുപ്പക്കാര് വിശ്വാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കള്ളത്തരയില്ലാത്ത പ്രാർത്ഥന, ആരെയും കാണിക്കാനുള്ള പ്രാർത്ഥനയല്ല. അവരെ ഈശോയ്ക്ക് ഒരു വിലയിടുന്നുണ്ട്. ഈശോ ആരാണെന്ന് അവർക്കറിയാം. ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. അല്ലാതെ അച്ഛൻ്റെ മകനല്ലേ എന്ന് പറയുന്നവന് സൗഖ്യം ഉണ്ടാകില്ല. നേരെ മറിച്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്നവൻ അനുഗ്രഹം കിട്ടുകയാണ്. അതുപോലെ നമുക്കറിയാം, ബർത്തമേയുസ് അന്ധയാചകൻ സൗഖ്യപ്പെടുന്നു. അവിടെ ഈശോ ജനമധ്യത്തിലൂടെ പോകുമ്പോഴേ വഴിയരികിലിരിക്കുന്ന ഭിക്ഷയാചിക്കുന്ന അനേകം ആളുകളിൽ ഒരുവൻ മാത്രമാണ്. അനേകം രോഗികൾ അവിടെ ഇരിപ്പുണ്ട്, ഒരുപക്ഷെ അനേകം അന്ധന്മാർ അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഒരുവൻ മാത്രം, ബർത്തമേയുസ് മാത്രം വിളിച്ചു പറഞ്ഞു. അവൻ വിളിക്കേണ്ടതുപോലെ വിളിച്ചു, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, യേശുവേ കരുണ. അതായത് നീ ദൈവപുത്രനാണ്, നീ കർത്താവാണ് എന്ന് ഏറ്റു പറയാണ്. അവനാണ് സൗഖ്യം കിട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിന് നിന്റെ കുടുംബത്തിലുള്ള ദുഷ്ടശക്തികൾ വിട്ടുപോകാൻ നീ ചെയ്യേണ്ട കാര്യം, ഈശോയെ നീ അറിഞ്ഞേറ്റു പറയണം. ഈശോയെ ആരാണെന്ന് അറിഞ്ഞ് നീ ഏറ്റു പറയണം. അതൊന്നും മാറരുത്. അത് മാറിയാൽ നിനക്ക് അഭിഷേകം കിട്ടില്ല, സൗഖ്യം കിട്ടില്ല. അതാണ് കഫർന്നഹൂമിൽ സംഭവിച്ച ഒരു അനുഗ്രഹവും അപകടവുമാണ്. ഈശോയുടെ വചനത്തിൻ്റെ എല്ലാം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആരംഭമാണ് ശരിക്കും കഫർന്നഹൂമിൽ നടന്നത്. ഈശോ ആദ്യത്തെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഈശോ വായിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ. അവിടെ തന്നെ അഭിഷേകം ചെയ്തു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇതൊക്കെ പ്രഘോഷിച്ചപ്പോൾ 2 ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. 2 തരത്തിൽ യേശുവിനേക്ക് നോക്കുന്നവരെ. ചില ആളുകൾ അവൻ്റെ കൃപാവചസ് കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആളുകൾ അവൻ തച്ചൻ്റെ മകനല്ലേ, തച്ചൻ്റെ മകനല്ലേ, ഇവനെ എനിക്കറിയാം, എല്ലാം അറിയാം. ഈശോ അറിയാമെന്ന് ഏതറിവ് അവനുള്ളത്? ലൗകികമായ അറിവേ അവൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ബൈബിളൊക്കെ വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ ശരിക്കും ഈശോ അറിഞ്ഞിട്ടുണ്ടോ? ഈശോ അറിഞ്ഞവർക്കാണ് അഭിഷേകം. ഈശോ അറിഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ. ഈശോ അംഗീകരിക്കണം, ഏറ്റുപറയണം, അവർക്കാണ് അനുഗ്രഹം കിട്ടുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 11:25, പിതാവേ നീ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, അതായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. സകലോത്സവവും അവിടുത്തെ ഏൽപ്പിച്ചിരിക്കുന്നു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. യേശു ഏറ്റു പറയണം പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ജോസഫിൻ്റെ മകന്, അത് യേശുവിനെ ഒരു ഹ്യൂമനായിട്ട്, മാനുഷികനായിട്ട്, വെറും സാധാരണമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ചില പൈശാചിക ശക്തികൾ ലോകത്തുണ്ട്. അവർക്കൊരിക്കലും യേശു അറിയാൻ പറ്റില്ല. നേരെ മറിച്ച് യേശു ദൈവപുത്രനാണെന്ന് അറിഞ്ഞ് ഏറ്റുപറയുന്നവൻ ആരോ അവർക്കാണ് അനുഗ്രഹവും അഭിഷേകവും സൗഖ്യവും ലഭിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും വചനത്തിലേക്ക് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് അവിടെ ഏലിയാ പ്രവാചകനെ വായിക്കുന്നത്, അവിടെ ഒരു വിധവയുടെ അടുക്കിലേക്ക് അവിടെ പോയിട്ട് കഴിയാൻ പറയുകയാണ്. അവിടെ വിധവയും കുഞ്ഞൊക്കെ ഉണ്ട്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ പദ്ധതിക്ക് വേണ്ടി നിൽക്കുകയാണ്. അവളെ അനുഗ്രഹിക്കുകയാണ്. അവൾക്ക് ഒന്നിനും കുറവില്ല. അവൾക്ക് പാത്രത്തിൽ ധാരാളം ധാന്യങ്ങൾ ലഭിക്കുന്നു. അവൾക്ക് എണ്ണ ലഭിക്കുന്നു. അവൾക്കൊരു കുറവില്ല. ഇസ്രായേൽ ദേശം മുഴുവനും വരണ്ടുണങ്ങുമ്പോൾ ആ വിധവയ്ക്കൊരു കുറവുണ്ടാകുന്നില്ല. അന്തരീക്ഷം, ആകാശം അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ആ വിധവയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ആ വിധവയുടെ വീട്ടിൽ അപകടമില്ല. ആ വിധവയുടെ വീട്ടിൽ അനുഗ്രഹമേ ഉള്ളൂ. എണ്ണ വർദ്ധിക്കുന്നതേ ഉള്ളൂ. ധാന്യങ്ങൾ, ഭക്ഷണധാന്യങ്ങൾ വർദ്ധിക്കുന്നുള്ളൂ. മരിച്ച കുഞ്ഞുപോലും ഉയർത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കിട്ടണം മക്കളെ. ഇതുപോലെ വിശ്വ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ നീ ആഗ്രഹിക്കണം.
അവിടെ നിന്റെ മനസാക്ഷി പ്രധാനപ്പെട്ട കാര്യമാണ്, നിന്റെ വിശ്വാസം പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവാശ്രയത്വം പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ ഈശോ അനുഭവം ഉണ്ടാവും. അവിടെ ഈശോ വരും. ഒന്നാം സ്ഥാനം കൊടുക്കണം. 1 കൊരിന്ത്യർ 2:2 പറയുന്ന പോലെ, ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരേ ആളെ മാത്രം അറിഞ്ഞാൽ മതി, ഈശോയെ മാത്രം. അയാൾ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സിറിയാക്കാരൻ നാമാൻ, കുഷ്ഠരോഗി. പറഞ്ഞ ഇസ്രായേൽ എത്ര കുഷ്ഠരോഗികളല്ലേ, പക്ഷെ സുഖപ്പെട്ടത് സിറിയാക്കാരനായ നാമാൻ, വിശ്വസിക്കുന്നവൻ. അതുകൊണ്ടാണ് അവനങ്ങ് ദൂരേന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വരുന്നുണ്ട്. ഒരു ഇസ്രായേൽക്കാരത്തിയായ ഒരു സഹോദരി പറഞ്ഞ് കേട്ടു വരുന്നു. പക്ഷേ അവന് വിശ്വാസമുണ്ട്. വിശ്വാസത്തോടെ ചെല്ലുന്നവർക്ക് ഈ ഹീലിംഗ് ലഭിക്കുന്നു, വിടുതൽ ലഭിക്കുന്നു, ബന്ധനം അഴിയുന്നത്, കെട്ടഴിയുന്നത്. അതുകൊണ്ട് ഇതിന് തടസ്സം എന്താണ്? ഒരു തടസ്സം നമ്മളിലെ അഹങ്കാരം ഒന്നും വല്ലാതെ കൂടിക്കഴിഞ്ഞു. വലിയ അഹങ്കാരികളായിട്ട് സമൂഹം മാറും. ജെറമ്യാ 50:31 ധാരാളം പ്രാവശ്യം നമ്മൾ കേട്ടിട്ട് വന്നത്, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു. എതിരാണ്, അഹങ്കാരിക്ക് എതിരാണ്. അഹങ്കാരിക്ക് ഇത് അനുഭവിക്കാനാവില്ല. എളിമയുള്ള ഹൃദയങ്ങൾക്ക് ഈശോ അനുഭവിക്കാൻ പറ്റുള്ളൂ. എളിമയുള്ളവർക്ക് മാത്രം, എത്ര താഴ്മയുണ്ടോ അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് 1 പത്രോസ് 5:7 കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴേ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവം കൈപിടിച്ചുയർത്തും മക്കളെ. ദൈവം നിങ്ങളെ ഉയർത്തും, തീർച്ചയായിട്ടും നിങ്ങളെ ഉയർത്തും. പക്ഷേ താഴ്മയോടെ നിൽക്കണം, എങ്കിൽ അവിടെ വരും ആ വിധവയ്ക്ക് കിട്ടിയ അനുഗ്രഹം പോലെ നിനക്കും ഒരു അനുഗ്രഹം കിട്ടും. നാമാന് കിട്ടിയ സൗഖ്യം പോലെ നിനക്ക് കിട്ടും. പക്ഷേ അവൻ ജോസഫിന്റെ മകനല്ലേ. ഇതെല്ലാം ബുദ്ധിയിലാണ്. എല്ലാവരും ബുദ്ധിയിൽ ആശ്രയിക്കണം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യുക്തിയാണ്. 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. എളുപ്പപ്പെടണം. ഒത്തിരി തവണ ഈശോ പറയുന്നത് യോഹന്നാൻ 13:4 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയതുപോലെ നിങ്ങളും പരസ്പരം പാദം കഴുകണം, എങ്കിലേ ഈ അനുഭവം നമുക്ക് അനുഗ്രഹിക്കും, സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ, നീ സുഖം പ്രാപിക്കട്ടെ. എൻ്റെ വിശ്വസിക്ക് എളിമപ്പെടണം. അല്ലാതെ കഫർനാഹൂമിലുള്ള ആളുകളൊക്കെ ഈശോയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുണ്ട് ഈശോ അവർക്കെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അവർ ഈശോ ഇല്ലാതാക്കാൻ പോവാം. ദൈവമാണെന്നറിയാൻ പറ്റുന്നില്ല അല്ലേ? പലപ്പോഴും സുവിശേഷത്തെയും കത്തോലിക്ക തിരുസഭയെയും ഈശോ മിശിഹായൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും അവരൊക്കെ ഈശോയെ കാണുന്നത് വേറൊരു കണ്ണുകൊണ്ടാണ്. അവർ കാഴ്ചപ്പാട് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് പോലെ മാനുഷികമായ കാഴ്ച ഈശോ അറിഞ്ഞിട്ടില്ല. ദൈവപുത്രൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ പടയാളി കർത്താവിൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയ പടയാളി, അതുപോലെ ശതാധിപൻ, ആ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ട് നിൽക്കുന്ന കുറേ ആളുകൾ ഈശോയുടെ കുരിശ് മരണ സമയത്തെ ഭൂമി ഇളകുന്നുണ്ട്, പാറ പിളരുന്നുണ്ട്, പ്രേതാലയങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ആ സമയത്ത് നിലവിളിച്ചു, നീ സത്യമായും ദൈവപുത്രന. കരയാണ്, വാവിട്ടേര് കരയുക. ബൈബിളിൽ വചനമുണ്ട് മക്കള്, അതിപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക വചനെ. അതായത് വലിയൊരു വചനമാണത്. അതായത് വെളിപാട് പുസ്തകത്തിൽ പറയേ 1-ാം അധ്യായത്തിലാണ്, അവനെ കുത്തിമുറിവേൽപ്പിച്ചവർ അവനെ നോക്കി നിന്ന് മാറത്തടിച്ച് കരയുന്നൊരു സംഭവം. കുത്തിമുറിവേൽപ്പിച്ചവരാ ഒരുപാട് മക്കൾ ഈശോയെ കുത്തിമുറിവേൽപ്പിക്കുന്നുണ്ട്. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പഠനം കൊണ്ടും പ്രബോധനം കൊണ്ടും ഒക്കെ സഭയെ കുത്തിമുറിവേൽപ്പിക്കുന്നുണ്ട്. അറിയത്തില്ലവർക്ക്, സഭയെ അറിയത്തില്ലാത്തതുകൊണ്ടാ സഭയ്ക്കെതിരെ നീങ്ങുന്നത്. ഈശോ വിഷയം അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അങ്ങനെ നീങ്ങുന്നത്. പരിശുദ്ധ കുർബാന അറിഞ്ഞുകൂടാ. കാരണം ആ അറിവ് കിട്ടുന്നില്ല. ആ അറിവ് കിട്ടേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവം തേണ്ടാതെ എവിടെ നിന്ന് അറിവ് കിട്ടാണ്? യോഹന്നാൻ 3:27 പറയുന്ന പോലെ
ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. പത്രോസ് പറഞ്ഞത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുന്നുണ്ട്, പത്രോസേ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ദൈവമാണ് വെളിപ്പെടുത്തുന്നത്. അത് ശിശുഹൃദയങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. പത്രോസിന് കിട്ടാൻ കാരണമുണ്ട്. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനമേ, അത്ഭുതകരമായ മത്സ്യബന്ധനം ഉണ്ടായി കഴിയുമ്പോൾ പത്രോസ് ഓടി ചെന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയേ, കർത്താവേ, ഞാൻ പാപിയാണേ, എന്നെ നീ അകന്നു പോകണേ. കർത്താവേ, ഞാൻ പാപിയാണ്. എളിമയുള്ളത് കൊണ്ടാണ് പിന്നെ വെളിപാടുകൾ കിട്ടുന്നത്, സ്വർഗീയ ദർശനങ്ങൾ കിട്ടുന്നത്, അഭിഷേകങ്ങൾ കിട്ടുന്നത്, അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. എളിമയുള്ളവർക്ക് മാത്രം ഉള്ള ആ കൃപ ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയെ തുടരണ, ഈശോയെ സ്പർശിക്കണ, ഈശോയെ എൻ്റെ ബന്ധനം അടിക്കണേ, കർത്താവ് കെട്ടടിക്കണേ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നമ്മൾ അഹങ്കാരം വിട്ടുപോകട്ടെ, അശുദ്ധി വിട്ടുപോകട്ടെ, ഞാനെന്ന ഭാവം ഇല്ലാതായി തീരട്ടെ, എളിമയുള്ളൊരു ഹൃദയം ഉണ്ടാകട്ടെ. ഈശോയെ എൻ്റെ മുമ്പിൽ എളിമപ്പെടട്ടെ. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അഹങ്കാരം കൊണ്ടും സുവിശേഷത്തിലേക്കും കുരിശിലേക്കും നോക്കാതെ വിശ്വാസത്തോടെ അവനിലേക്ക് നോക്കാൻ ഉൾക്കണ്ണ് തുറക്കപ്പെടട്ടെ. അന്ധത നിറഞ്ഞ പാപം നിറഞ്ഞ മനസ്സിന് വിടുതൽ ലഭിക്കട്ടെ. ഈശോയെ എന്നെ സുഖമാക്കണേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൽ വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. മലഹമാരുടെ വിശുദ്ധരോട് ചെന്ന് ശ്രദ്ധിക്കണം. കർത്താവേ ഏറ്റെടുക്കണം. ഈ സമയത്ത് നമ്മെ തന്നെ കർത്താവിന് കൊടുക്കാം. എല്ലാ സഹനങ്ങളും കൊടുക്കാം, എല്ലാ മുറിവുകളും കൊടുക്കണം. കൽപ്പിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലും ഓരോ കുടുംബത്തിലുമുള്ള എല്ലാ പൈശാചിക പീഡകളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. എല്ലാം മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. കർത്താവ് ഈ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളും കയറി ചെല്ലണമേ. ഓരോ മകന്റെയും മകളുടെ അടുക്കൽ ചെല്ലണമേ. രോഗികളുടെ അടുക്കിലേക്ക് ചെല്ലണമേ. ഈശോയെ അവരെ തൊടണേ, ഈശോയെ തൊട്ട് സുഖപ്പെടുത്തണമേ. എല്ലാ മുറിവുകളും എടുത്തുമേ നമുക്ക് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന സമയത്ത് സർവശക്തിയോട് കർത്താവിനെ സ്തുതിക്കട്ടെ, കൃപയോട് കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.